Good morning, my dear students. Welcome back to our online class. In the last class, we have discussed about decolonization and the liberated nations and their leaders. After that, we have discussed about Cold War and non-allied movement. Then we have discussed about Balfour Declaration, Zionism, and Palestine Liberation Organization. At last, we have discussed about the disintegration of the Soviet Union. Today, we are going to study about unipolar world, American dominance. What do you mean by unipolar world order? America emerged as a global power and center of world politics following the disintegration of Soviet Union. This is called unipolar world order. എന്താണ് യൂണിപോളാർ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ? അമേരിക്ക എമേർജ്ഡ് ആസ് എ ഗ്ലോബൽ പവർ ആൻഡ് സെൻറ്റർ ഓഫ് വേൾഡ് പൊളിറ്റിക്സ് ഫോളോയിങ് ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, അതിൻ്റെ റീസൺസ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷന് ശേഷം അമേരിക്ക വേൾഡ് പൊളിറ്റിക്സിൽ തന്നെ ഒരു ഗ്ലോബൽ പവർ ആയി മാറി അല്ലേ, അങ്ങനെ അമേരിക്ക ആയി മാറി. ഇതിനെയാണ് എന്താണ് യൂണിപോളാർ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. ദെൻ സെവറൽ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ അമേരിക്ക ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഓവർ ദി വേൾഡ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് അമേരിക്ക അഡോപ്റ്റ് ചെയ്തിരുന്നു. എന്തിനാണ്? അവരുടെ ആ ഒരു ഡോമിനൻസ് വേൾഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ട്രാറ്റജീസ് അമേരിക്ക എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ആ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ അമേരിക്ക ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഓവർ ദി വേൾഡ്. ഫസ്റ്റ് വൺ, utilizing international agencies, America provided financial and military aids to countries of the world. അപ്പോൾ ഇങ്ങനെ വേൾഡിൽ അവരുടെ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? യൂട്ടിലൈസിങ് ഇൻ്റർനാഷണൽ ഏജൻസീസ്, അമേരിക്ക പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദി വേൾഡ്. ഇൻ്റർനാഷണൽ ഏജൻസീസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് അല്ലേ, മറ്റ് രാജ്യങ്ങൾക്ക് അവർക്ക് ഫിനാൻഷ്യലായിട്ട് എന്താണോ സഹായം വേണ്ടത്, അതുപോലെ തന്നെ മിലിറ്ററി ആയിട്ടുള്ള എന്തൊക്കെ ഹെൽപ്പ് വേണോ അതെല്ലാം തന്നെ അമേരിക്ക പ്രൊവൈഡ് ചെയ്തു. സെക്കൻഡ് വൺ, എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസസ്, അതുപോലെ തന്നെ മിലിറ്ററി അലയൻസസിനെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി അടുത്തൊന്ന്, മീഡിയ were used to promote അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതേപോലെ തന്നെ മീഡിയാസ് were used to promote അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. മാധ്യമങ്ങളെ അല്ലേ, മീഡിയാസിനെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുപയോഗിച്ചു. കാരണം എന്താണ്? അമേരിക്കയ്ക്ക് വേൾഡിൽ അവരുടെ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ വഴിയിലൂടെയാണോ മീഡിയാസിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുക ആ വഴിയിലൂടെയൊക്കെ തന്നെ അവർ മീഡിയാസിനെ അവരുടെ താല്പര്യങ്ങൾക്ക്, അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്ട്രാറ്റജീസ് ആയിരുന്നു എന്തിനു വേണ്ടിയിട്ട് അമേരിക്ക അവരുടെ ഡോമിനൻസ് വേൾഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് നിയോ ഇമ്പീരിയലിസം ഓർ ന്യൂ ഇമ്പീരിയലിസം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിയോ ഇമ്പീരിയലിസം അല്ലെങ്കിൽ ന്യൂ ഇമ്പീരിയലിസം. നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ ഇമ്പീരിയലിസം എന്നുള്ളതാണ്. അപ്പം എന്താണ് നിയോ ഇമ്പീരിയലിസം ഓർ ന്യൂ ഇമ്പീരിയലിസം? Multinational companies began to interfere in the economic, social and cultural sectors for serving the interest of the capitalist countries. ഇപ്പോൾ ന്യൂ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ബിഗാൻ ടു ഇൻ്റർഫിയർ ഇൻ ദി എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സ് ഫോർ സെർവിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് മറ്റു രാജ്യങ്ങളുടെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സിൽ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയോ ഇമ്പീരിയലിസം.
ഒന്നുകൂടെ പറയാൻ നോക്കാം. എ ന്യൂ കൈൻഡ് ഓഫ് ഇമ്പീരിയലിസം എമേർജ്ഡ് മൾട്ടിനാഷണൽ കമ്പനീസ് which are registered in a country and functioning in many countries began to interfere in the economic, social and cultural sectors of the latter for serving the interest of the capitalist countries. It is known as neo-imperialism. അപ്പോൾ എന്താണ് ഒരു നിയോ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാം. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഡിഫറെൻറ്റ് കൺട്രീസിലായിട്ട് പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അതായത് ആ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ലക്ഷ്യം എന്താ, അവരുടെ ഇൻട്രസ്റ്റുകൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളുടെ എക്കണോമിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ളതും കൾച്ചറായിട്ടുള്ള അങ്ങനെയുള്ള സെക്ടേഴ്സിൽ അവർ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് എന്ത് പറയുന്നത്, നിയോ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, എ ന്യൂ കൈൻഡ് ഓഫ് ഇമ്പീരിയലിസം എമേർജ്ഡ് മൾട്ടിനാഷണൽ കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ഇൻ എ കൺട്രി ആൻഡ് ഫങ്ഷനിങ് ഇൻ മെനി കൺട്രീസ് began to interfere in the economic, social and cultural sectors of the latter for serving the interest of the capitalist countries. It is known as neo-imperialism. അപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും ഈ മൾട്ടിനാഷണൽ കമ്പനീസ് രജിസ്റ്റർ ചെയ്യാം. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് എന്താണ്, ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമ്പനീസ് പല രാജ്യങ്ങളിലും അവരിതിൻ്റെ ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, എവിടെയാണോ അവർ പ്രവർത്തിക്കുന്നത് ആ രാജ്യങ്ങളുടെ എല്ലാ മേഖലകളിലും, അതായത് എല്ലാ സെക്ടേഴ്സിലും, അവരുടെ എക്കണോമിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, കൾച്ചറൽ ആയിക്കോട്ടെ, ആ സെക്ടേഴ്സിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട എയിം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഇമ്പീരിയലിസത്തെയാണ് എന്ത് പറയുന്നത്, നിയോ ഇമ്പീരിയലിസം ഓർ ന്യൂ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് എങ്ങനെയാണ് നിയോ ഇമ്പീരിയലിസം തേർഡ് വേൾഡ് കൺട്രീസിനെ അഫക്റ്റ് ചെയ്ത് എന്നുള്ളതാണ്. ഹൗ ഡസ് നിയോ ഇമ്പീരിയലിസം അഫക്റ്റ് ദി എക്കോണമി ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്? ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾഡ് വാർ പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആ കോൾഡ് വാറിൻ്റെ സമയത്താണ് ഈ ഒരു തേർഡ് വേൾഡ് എന്നുള്ള ആ ഒരു ടേം യൂസ് ചെയ്തത്. അപ്പോൾ അന്ന് ഈ തേർഡ് വേൾഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ ഈ രാജ്യങ്ങളെയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷൻസ് എങ്ങനെയാണ്, അത് നാഷൻസ് നോട്ട് അലൈഡ് വിത്ത് എയ്തർ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ്. അപ്പോൾ ഈ നാഷൻസ് എങ്ങനെയാണ്, നോട്ട് അലൈഡ് വിത്ത് എയ്തർ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് എന്നുള്ള അതിലുൾപ്പെടാത്ത അല്ലെങ്കിൽ അതിൽ പെടാത്ത അത് ചേരാത്തവയാണ് നമ്മൾ എന്ത് പറയുന്നത്, തേർഡ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസാണ്. അപ്പോൾ ഇനി ഈ രാജ്യങ്ങളെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ തേർഡ് വേൾഡ് കൺട്രീസിനെ എങ്ങനെയാണ് നിയോ ഇമ്പീരിയലിസം അഫക്റ്റ് ചെയ്തത്? ഫസ്റ്റ് പോയിന്റ്, ദ മൾട്ടിനാഷണൽ കമ്പനീസ് competed with one another to control the resources and assets of the third world countries. Multinational companies competed with one another to control the resources and assets of the third world countries. എന്ത് ചെയ്തു, ഈ മൾട്ടിനാഷണൽ കമ്പനീസ് അവർ പരസ്പരം മത്സരിച്ച് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ തേർഡ് വേൾഡ് കൺട്രീസിലെ റിസോഴ്സസ് എന്തൊക്കെയാണ്, അസറ്റ്സ് എന്തൊക്കെയാണ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ മൾട്ടിനാഷണൽ കമ്പനീസ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സെക്കൻഡ് വൺ, ദേ പ്രൊമോട്ടഡ് കൺസ്യൂമറിസം ഇൻ തേർഡ് വേൾഡ് കൺട്രീസ് ടു സെൽ ദെയർ പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ അവർ കൺസ്യൂമറിസം പ്രൊമോട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ടു സെൽ ദെയർ പ്രൊഡക്ട്സ്. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രോഡക്ട്സുകൾ സെല്ല് ചെയ്യുക എന്നുള്ളത്, അല്ലേ, വിൽക്കുക. അപ്പോൾ അതിനു വേണ്ടി തന്നെ അവർ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ കൺസ്യൂമറിസം പ്രൊമോട്ട് ചെയ്തു. Then next point, developing nations were considered as the markets for the multinational companies. പിന്നെ അതേപോലെ തന്നെ ഡെവലപ്പിംഗ് നാഷൻസ് ഡെവലപ്പിംഗ് നാഷൻസിന് അവർ കൺസിഡർ ചെയ്തത് എന്ത്, ആസ് ദി മാർക്കറ്റ്സ് ഫോർ ദി മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ
പ്രോഡക്ട്സ് വിൽക്കാനുള്ള ഒരു മാർക്കറ്റുകളായിട്ടാണ് ഡെവലപ്പിംഗ് നാഷൻസിനെ അവർ കൺസിഡർ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരുന്നു? ദ എക്കോണമി ഓഫ് മെനി കൺട്രീസ് സ്റ്റാർട്ടഡ് ടു കൊളാപ്സ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കൺട്രീസിൻ്റെ എക്കോണമി അത് കൊളാപ്സായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നിയോ ഇമ്പീരിയലിസം തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ എക്കോണമിയെ അഫക്റ്റ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹൗ ഡസ് നിയോ ഇമ്പീരിയലിസം അഫക്ട് ദ എക്കോണമി ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ്? ഫസ്റ്റ് വൺ, the multinational companies competed with one another to control the resources and assets of the third world countries. Second one, they promoted consumerism in third world countries to sell their products. Then another one is developing nations were considered as the markets for the multinational companies. Then the last one is the economy of many countries started to collapse. Next we are going to study about the concepts of neo-imperialism. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നിയോ ഇമ്പീരിയലിസം ഓർ ന്യൂ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റ്സുകളാണ്. എന്തൊക്കെയാണ് കൺസെപ്റ്റ്സുകൾ? ഫസ്റ്റ് വൺ, ലിബറലൈസേഷൻ. സെക്കൻഡ് വൺ, പ്രൈവറ്റൈസേഷൻ. തേർഡ് വൺ, globalization. These are the concepts of new imperialism or neo-imperialism. അപ്പോൾ നിയോ ഇമ്പീരിയലിസം ഓർ ന്യൂ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റ്സുകളാണ് ഏതൊക്കെ? ലിബറലൈസേഷൻ എന്നുള്ളത്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മൂന്നെണ്ണമാണ് ന്യൂ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തത് ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, adoption of liberal regulations and taxation systems to facilitate the import of multinational products to domestic markets. എന്താണ് ലിബറലൈസേഷൻ്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ? അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ സിസ്റ്റംസ് ടു ഫെസിലിറ്റേറ്റ് ദ ഇമ്പോർട്ട് ഓഫ് മൾട്ടിനാഷണൽ പ്രൊഡക്ട്സ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതായത് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ പ്രോഡക്റ്റുകൾ അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റലിനും ഒരു കൺട്രോളും ഇല്ലാതെ, യാതൊരു കൺട്രോളും ഇല്ലാതെ എല്ലാ സ്ഥലത്തും അത് കടന്നു വരാനായിട്ട് അവരുടെ ഇമ്പോർട്ടിലുള്ള നിയമങ്ങൾ അതുപോലെ തന്നെ ടാക്സുകളെല്ലാം തന്നെ അവർ വളരെയധികം ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഉദാരമാക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എന്ത് വേണം? അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റായിട്ട് ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ അവർ ഇവരുടെ പ്രോഡക്റ്റുകളെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ള അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഈ ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രോഡക്റ്റുകൾ, അതിൻ്റെ ക്യാപിറ്റൽ, അതിനൊക്കെ യാതൊരു കൺട്രോളും ഇല്ലാതെ കടന്നു വരാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക? ടാക്സേഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടുമെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുക, ഉദാരമാക്കുക. അതാണ് ലിബറലൈസേഷൻ്റെ ഫീച്ചർ. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ ആണ്. വാട്ട് ഈസ് പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തിനേയും കൂടിയിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് പബ്ലിക് സെക്ടർ, അതിനെ കൂടി എന്ത് ചെയ്യുക? പ്രൈവറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ ഫീച്ചർ പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖല, അതായത് പ്രൈവറ്റ് സെക്ടറിനെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലയെ, പബ്ലിക് സെക്ടറിലുള്ള സ്ഥാപനങ്ങളെ അതിനെ കൂടി സ്വകാര്യവൽക്കരിക്കുക, അതായത് പ്രൈവറ്റൈസേഷൻ ചെയ്യുക. അതാണ് പ്രൈവറ്റൈസേഷൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൽ മൂന്നാമത്തെ കൺസെപ്റ്റായിട്ട് പറഞ്ഞത് ഗ്ലോബലൈസേഷനാണ്. ഗ്ലോബലൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ എക്കോണമി. എക്കണോമിക് സിസ്റ്റം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആ എക്കണോമിക് സിസ്റ്റം അതിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യുക?
ഗ്ലോബൽ എക്കണോമിയുമായിട്ട് ലിങ്ക് ചെയ്യുക, അതാണ് ഒന്നാമത്തത്. പിന്നെ ദ സെക്കൻഡ് വൺ, ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ്, ആ കമ്പനികളുടെ ഇൻട്രസ്റ്റുകളെ, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. ദെൻ കോമ്പറ്റീഷൻ ഡ്രൈവൺ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വന്നു, കോമ്പറ്റീഷൻ ഡ്രൈവൺ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റുകൾ നിലവിൽ വന്നു എന്നുള്ളതാണ്. ദെൻ ട്രാൻസ്ബോർഡർ ഫ്ലോ ഓഫ് പ്രൊഡക്ട്സ്, സർവീസസ്, റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഫെസിലിറ്റേറ്റഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി, പിന്നെ നമ്മൾ ട്രാൻസ്ബോർഡർ ഫ്ലോ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്നാണ് പറയുക. ട്രാൻസ്ബോർഡർ ഫ്ലോ ഓഫ് പ്രൊഡക്ട്സ്, അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സുകൾ. അതുപോലെ തന്നെ അവരുടെ സർവീസസ്, ദെൻ റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, അതേപോലെ തന്നെ ലേറ്റർ ടെക്നോളജി, അവരുടെ പുതിയ ടെക്നോളജി, പിന്നെ അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, ഇതെല്ലാം തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് ഏതിൻ്റെ ഫീച്ചേഴ്സ്, ഗ്ലോബലൈസേഷൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ എക്കോണമി. സെക്കൻഡ് വൺ, ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. തേർഡ് വൺ, competition driven market came into existence. And the last one is transborder flow of products, services, raw materials, capital, latest technology and human resources facilitated. അപ്പോൾ ഇത്രയുമാണ് ഏതിൻ്റെ കൺസെപ്റ്റുകൾ, ന്യൂ ഇമ്പീരിയലിസം ഓർ നിയോ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് such as World Bank, International Monetary Fund, World Trade Organization, etc. are devising and executing various policies in favor of globalization. അപ്പോൾ ഈ ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പോളിസീസ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ആരൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് സച്ച് ആസ് വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇവരെല്ലാവരും തന്നെ ആ ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് പോളിസീസ് അവർ ഫോം ചെയ്തു. അങ്ങനെ ഫോം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. Globalization opened up many opportunities and possibilities around the world. അപ്പം ഈ ഗ്ലോബലൈസേഷൻ വേൾഡിൽ മൊത്തം തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും എല്ലാം തന്നെ ഓപ്പൺ അപ്പ് ചെയ്തു. The transfer of goods, products and services beyond boundaries and dissemination of information technology shaped the concept of global village. അപ്പോൾ അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് പിന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിനെന്തൊക്കെ സഹായിച്ചു? ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ബിയോണ്ട് ബൗണ്ടറീസ് ആൻഡ് ദ ഡിസമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഷേപ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ്. ഇപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ ടെക്നോളജി, അതിൻ്റെ സ്പ്രെഡും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ ട്രാൻസ്ഫറും എല്ലാം തന്നെയാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് രൂപം നൽകിയത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഒരുപാട് ചലഞ്ചസ് ഡെവലപ്പിംഗ് കൺട്രീസിന് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത് എന്തൊക്കെയാണ് ആ ചലഞ്ചസ് എന്നുള്ളതാണ്. ഗ്ലോബലൈസേഷൻ പോസ്ഡ് സം ചലഞ്ചസ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? ഗ്ലോബലൈസേഷൻ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനെ ഒരുപാട് ദോഷകരമായിട്ട് ഗ്ലോബലൈസേഷൻ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. First one, the intervention of multinational companies challenged the concept of nation state. The intervention of multinational companies challenged the concept of nation state. Nation state എന്നുള്ള ഒരു കൺസെപ്റ്റ്
ആ കൺസെപ്റ്റിന് ഈ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഇൻ്റർവെൻഷൻ ഒരു വെല്ലുവിളിയായി എന്നുള്ളതാണ് ഫസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ, ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജിനിയസ് കൾച്ചർ. പിന്നെ എന്തിന്? ഇൻഡിജിനിയസ് കൾച്ചർ അല്ലേ. ഇൻഡിജിനിയസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് തന്നെയുള്ള അവരുടെ ഒരു കൾച്ചർ എന്നുള്ളതാണ് ഇൻഡിജിനിയസ് കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താണ്? പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് പ്ലങ്ഡ്. പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞു. പ്ലങ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വില ഇടിയുക. പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് പ്ലങ്ഡ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ വില ഇടിഞ്ഞു എന്നുള്ളത്. ദെൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്സിംഗ് വർ ഡിസ്ട്രോയിഡ്. പബ്ലിക് സെക്ടറുകൾ തകർന്നു, മറ്റൊരു റീസൺ. ദെൻ അടുത്തത് എന്താണ്? അടുത്തതായിട്ട് പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് വിഡ്രൂ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടർ. സോഷ്യൽ സർവീസ് സെക്ടർ അതിൽ നിന്ന് ഗവൺമെൻറ് വിഡ്രൂ ചെയ്ത് പിന്മാറുക അല്ലേ. അപ്പോൾ ആ സോഷ്യൽ സർവീസ് സെക്ടറിൽ നിന്ന് ഗവൺമെൻറ് വിഡ്രൂ ചെയ്തു. ദെൻ ലാസ്റ്റ് പോയിന്റ്, നാച്ചുറൽ റിസോഴ്സസ് വർ ലൂട്ടഡ്. ലൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൊള്ളയടിക്കുക അല്ലേ. പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ് അതെല്ലാം തന്നെ കൊള്ളയടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചലഞ്ചസ് എന്തിൻ്റെ ഭാഗമായിട്ട്? ഗ്ലോബലൈസേഷൻ അല്ലേ. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചലഞ്ചസ് ആണ്. ഗ്ലോബലൈസേഷൻ പോസ്ഡ് സം ചലഞ്ചസ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിന് ഗ്ലോബലൈസേഷൻ ഒരുപാട് ദോഷകരമായിട്ട് ബാധിച്ചിരുന്നു. അതിൻ്റെ പോയിന്റ്സുകളാണ് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. The intervention of multinational companies challenged the concept of nation state. Second one, led to the destruction of indigenous culture. Next one, price of agricultural products plunged. Fourth one, public sector undertakings were destroyed. The next one, government withdrew from social service sector, and the last one is natural resources were looted. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? യൂണിപോളാർ വേൾഡ് ഓർഡർ അല്ലേ. വാട്ട് ഈസ് യൂണിപോളാർ വേൾഡ് ഓർഡർ? എന്താണ് യൂണിപോളാർ വേൾഡ് ഓർഡർ എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു യൂണിപോളാർ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ? അമേരിക്ക എമേർജ്ഡ് ആസ് എ ഗ്ലോബൽ പവർ ആൻഡ് സെൻറ്റർ ഓഫ് വേൾഡ് പൊളിറ്റിക്സ് ഫോളോയിങ് ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ദിസ് ഈസ് കോൾഡ് യൂണിപോളാർ വേൾഡ് ഓർഡർ. After that, we have discussed about the strategies adopted by America to establish its dominance over the world. അതിനുശേഷം അല്ലേ, ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ അമേരിക്ക ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഓവർ ദി വേൾഡ് എന്നുള്ള അതിന് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ നിയോ ഇമ്പീരിയലിസം, വാട്ട് ഈസ് നിയോ ഇമ്പീരിയലിസം ഓർ ന്യൂ ഇമ്പീരിയലിസം എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം നിയോ ഇമ്പീരിയലിസത്തിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹൗ ഡസ് ദ നിയോ ഇമ്പീരിയലിസം അഫക്ട് ദ എക്കോണമി ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ് അല്ലേ. എങ്ങനെയാണ് നിയോ ഇമ്പീരിയലിസം തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ എക്കോണമിയെ അഫക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി കൺസെപ്റ്റ് ഓഫ് നിയോ ഇമ്പീരിയലിസം, ദ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ആർ ദി കൺസെപ്റ്റ്സ് ഓഫ് നിയോ ഇമ്പീരിയലിസം. നിയോ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതാണ് നിയോ ഇമ്പീരിയലിസത്തിൻ്റെ കൺസെപ്റ്റ്സ്. അതിൽ തന്നെ പിന്നീട് നമ്മൾ ഗ്ലോബലൈസേഷൻ അല്ലെ, ഗ്ലോബലൈസേഷൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഗ്ലോബലൈസേഷൻ ഒരുപാട് കാര്യങ്ങൾ, ഗ്ലോബലൈസേഷൻ മൂലം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എന്താണ്, ദ ഗ്ലോബലൈസേഷൻ പോസ്ഡ് സം ചലഞ്ചസ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലേ. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരുപാട് ചലഞ്ചസ് വന്നു എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്നത്തെയും പോലെ തന്നെ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതി അയച്ചു തരാനുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ് ഇതിൻ്റെ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഗ്ലോബലൈസേഷൻ പോസ്ഡ് സം ചലഞ്ചസ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ് വിച്ച് ആർ ദേ. ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഗ്ലോബലൈസേഷൻ പോസ്ഡ് സം ചലഞ്ചസ് ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ് വിച്ച് ആർ ദേ.
അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതി അയച്ചു തരേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.